السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി സൗഭാഗ്യമായി കണക്കാക്കിയ റമദാനിന് ശേഷം അള്ളാഹുവിൻ്റെ വിധിയെന്നോണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ വിശുദ്ധമാക്കാൻ, സംസ്കരിക്കാൻ റമദാനിലൂടെ നമുക്ക് ലഭിച്ചതായ അവസരം, അതിനുശേഷം ലോകത്തിന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം കൈമാറുന്ന ചെറിയ പെരുന്നാൾ സുദിനത്തിൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ധാരാളമായി അള്ളാഹുവിനെ പ്രകീർത്തിച്ച് സർവസ്തുതിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ അർപ്പിച്ച് വിശ്വാസി സമൂഹം ഒരുമിക്കുന്ന, സമ്മേളിക്കുന്ന സന്ദർഭത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത്. ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്നത് പരലോക ജീവിതത്തിന് സഹായകരമാകുന്ന ഏറ്റവും വലിയ സമ്പാദ്യമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ സ്വരൂപിക്കുക, സ്വായത്തമാക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ ഒട്ടേറെ ആരാധനകൾ സമയബന്ധിതമായും അല്ലാതെയും നമ്മുടെ ജീവിതത്തിൽ കണിശമാക്കിയത്, കണക്കാക്കിയത് സ്വർഗീയ സുഖം ആസ്വദിക്കാൻ ആവശ്യമായ സമ്പാദ്യം കരഗതമാക്കാനും സ്വന്തമാക്കാനും വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു മാസം, പ്രത്യേകമാക്കപ്പെട്ട ഒരു ദിവസം, ഏതെങ്കിലും ഒരു സാഹചര്യം, സന്ദർഭം, അതിനോടനുബന്ധിച്ച് മാത്രം
നന്മകളിൽ വ്യാപൃതരാവുക, സജീവമാവുക എന്നതല്ല വിശ്വാസി സമൂഹം പഠിപ്പിക്കപ്പെട്ടത്. മറിച്ച് അള്ളാഹു നൽകിയ ആയുസ്സിനുള്ളിൽ അവൻ അനുഗ്രഹമായി നൽകിയിട്ടുള്ള ആഫിയത്തിനെ, സൗഖ്യത്തെ എന്ത് വില കൊടുത്തും എന്തും ത്യജിച്ചും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മാസം നീണ്ട ചെറുതും വലുതുമായ ആരാധനകൾക്ക് ശേഷം ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ വിശുദ്ധ ഇസ്ലാം അനുവാദം തന്നത് ആത്മാർത്ഥമായി അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന ലക്ഷ്യമാണ്. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും മനസ്സിന്റെ വിചാരങ്ങളും അള്ളാഹുവിന് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദിയായി അവശേഷിപ്പിക്കുക എന്നതാണ് ഈ പെരുന്നാളിൻ്റെ സുദിനത്തിലും ഓരോ വിശ്വാസിയുടെയും മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ വാക്കുകളും പെരുമാറ്റങ്ങളും ഇടപാടുകളും ഇടപഴകലുമെല്ലാം നാമുമായി ബന്ധപ്പെടുന്നവർക്ക്, നമ്മെ നിരീക്ഷിക്കുന്നവർക്ക് സമാധാനവും സ്നേഹവും കൈമാറുന്ന രൂപത്തിലാകണം. ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാന സന്ദേശം അതുകൂടിയാണ്. അതുപോലെ തന്നെ അഹങ്കാരത്തിനും ഗർവ് നടിക്കലിനും പൊങ്ങച്ചം കാണിക്കലിനും ദുർബലരായ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. എല്ലാറ്റിൻ്റെയും അധികാരിയും സംരക്ഷകനും കൈകാര്യകർത്താവും നിയന്ത്രകനും അല്ലാഹു മാത്രമാണ്. അവൻ മാത്രമാണ് വലിയവൻ. അല്ലാഹു അക്ബർ. അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. ഈ മഹത്തായ ദിക്ർ ആവർത്തിച്ചുകൊണ്ട്, ഈ മഹത്തായ ദിക്ർ ഉരുവിട്ടുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസികൾ ചെറിയ പെരുന്നാളിൻ്റെ സുദിനത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകുന്നതും ഒരുമിക്കുന്നതും. വിശ്വാസികളായ ഓരോരുത്തരുടെയും മനസ്സുകൾ ഈ സന്തോഷ സുദിനത്തെ സ്വീകരിക്കേണ്ടത് ഈ രൂപത്തിലാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച, ആവർത്തിച്ചു വരുന്ന സന്തോഷവേളയിലാണ് നാം എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത്. മനുഷ്യനിർമ്മിത ആഘോഷങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന, വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. എന്തൊരു ചെറിയ കാര്യത്തെയും വലിയ സാമ്പത്തിക ഭാരം വരുന്ന രൂപത്തിൽ ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിമിഷമാക്കി മാറ്റുക എന്ന പൈശാചികത മനുഷ്യ സമൂഹത്തെ ബാധിച്ച ഒരു കാലഘട്ടമാണ്. മനുഷ്യനിർമ്മിത ആഘോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി തന്ന ആവർത്തിച്ചു വരുന്ന ആഘോഷങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെ സംബന്ധിച്ച് നാം എല്ലാവരും ബോധവാന്മാരാകണം. മനുഷ്യർ പടച്ചുണ്ടാക്കിയ ആഘോഷങ്ങൾ ഒന്നുകിൽ ആനന്ദം കൊണ്ടും കളി കൊണ്ടുമാണ് ആരംഭിക്കുക, അതല്ലെങ്കിൽ മോശമായ ഒരു കാര്യം ചെയ്തുകൊണ്ട് അഹങ്കാരവും ഗർവവും നടിച്ചുകൊണ്ട് ആരംഭിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ നിഷിദ്ധമാക്കപ്പെട്ട മ്യൂസിക്കിന്റെ അകമ്പടിയോടെ, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കപ്പെടുന്ന ആഘോഷങ്ങളായിരിക്കും. വിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രമായ ആഘോഷം നോക്കൂ നിങ്ങൾ. അല്ലാഹുവാണ് വലിയവൻ എന്ന ദിക്ർ ആവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ രഹസ്യ സംസാരത്തിൽ ഏർപ്പെടുന്ന, നിസ്കാരത്തിൽ വ്യാപൃതരായി, അതിനുശേഷം വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ശ്രദ്ധിക്കേണ്ട സാരോപദേശങ്ങൾ കേട്ട് പരസ്പരം സ്നേഹം പങ്കുവെച്ച് പിരിഞ്ഞു പോകുന്ന, അത്ഭുതകരമായ, അതിരുകൾ ലംഘിക്കാത്ത, ആർഭാടങ്ങളില്ലാത്ത, ആഭാസങ്ങളില്ലാത്ത വളരെ ഭംഗിയായ ആഘോഷവേളയാണ്
സുദിനമാണ് വിശുദ്ധ ഇസ്ലാമിൻ്റേത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവിത്രതയെ കളഞ്ഞു കുടിക്കുന്ന, ഹനിക്കുന്ന, തകർക്കുന്ന ഒരു വാക്കോ വിചാരമോ പ്രവൃത്തിയോ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. നാം ജീവിക്കുന്ന സാഹചര്യം, അന്തരീക്ഷം, ചുറ്റുപാട് എന്നത് നിമിഷങ്ങളിൽ അധർമ്മങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന, അനീതി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും എല്ലാവർക്കും വേണ്ടത് തിന്മകളെയാണ്, അധർമ്മങ്ങളെയാണ്, ആഭാസങ്ങളെയാണ്, മ്ലേച്ഛതകളെയാണ്. നന്മകൾ ആഗ്രഹിക്കുന്ന, നന്മകളെ ഇഷ്ടപ്പെടുന്ന, അനീതിക്ക് വേണ്ടി സംസാരിക്കുന്ന, ശബ്ദിക്കുന്ന ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെയാണ് വിശുദ്ധ ഇസ്ലാം എന്ന വിലമതിക്കാനാകാത്ത സന്ദേശത്തിന്റെ പ്രത്യേകതയും സവിശേഷതയും. ഇസ്ലാമിലെ ഏതൊരു കാര്യത്തെയും എടുത്തു പരിശോധിക്കപ്പെട്ടാൽ സൂക്ഷ്മത എന്ന അതിപ്രധാന കാര്യത്തെ നമുക്ക് സമ്മാനിക്കുന്ന പ്രവൃത്തിയല്ലാതെ കാണാൻ കഴിയില്ല. ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയെ നഷ്ടപ്പെടുത്തുമ്പോൾ സമുദ്ര സമാനമായി അതിരുകളില്ലാതെ, അറ്റമില്ലാതെ പരന്നു കിടക്കുന്ന ഇസ്ലാമിൽ ഓരോ കാര്യങ്ങൾ എടുത്തു പഠിച്ചാൽ സഹോദരങ്ങളെ, ജീവിതത്തിലേക്ക് തഖ്വയെ നൽകുന്ന കാര്യങ്ങൾ മാത്രമാണ്. റമദാന് ശേഷം സന്തോഷ സുദിനത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ തഖ്വ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. തഖ്വയെ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആവർത്തിച്ച കാര്യം നോക്കൂ നിങ്ങൾ. വയ്യായ ഫത്തഖൂൻ, എന്നെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. പ്രവാചകന്മാർ അഖിലവും നിയോഗിക്കപ്പെട്ടത് അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, ഒരു കാര്യം മുന്നറിയിപ്പ് തരാൻ വേണ്ടിയാണ്. എന്താണ് മുന്നറിയിപ്പ്? ആരാധ്യൻ അല്ലാഹു മാത്രമാണ്, അവനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട്, അവന്റെ വിലക്കുകളെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നത്. വഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തൻ വാഹിദ, ഈ സമൂഹം ഒറ്റ സമൂഹമാണ്. വാന റബ്ബുകും ഫത്തഖൂൻ, സമൂഹമേ, നിങ്ങൾക്കുള്ള റബ്ബ്, രക്ഷിതാവ് ഞാനാണ്, അതുകൊണ്ട് എന്നെ സൂക്ഷിക്കണം. ഖുർആനിന്റെ ആഹ്വാനമാണ്. യാ ഇബാദി ഫത്തഖൂൻ, അല്ലാഹു സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നമ്മോട് കൽപ്പിച്ചത് എന്റെ അടിമകളെ, എന്നെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ്. വ്യത്യസ്തങ്ങളായ കൽപ്പനകളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച അത്ഭുതകരമായ കാര്യം സൂക്ഷ്മത എന്ന സമാനതകളില്ലാത്ത വിഷയമാണ്. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ ഭക്ഷണം ഒരുക്കി വെക്കണം. ആരോഗ്യം നിലനിർത്താൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, യാത്രകൾ സുഖകരമായി നടക്കാൻ നിങ്ങൾക്ക് ഭക്ഷണം വേണം. പക്ഷേ ഓരോരുത്തരും ഒറ്റക്ക് പോകുന്ന, ഏകാന്ത യാത്ര പോകേണ്ട, മരണമെന്ന യാഥാർത്ഥ്യം വന്നെത്തും മുമ്പ് തഖ്വയാകുന്ന ഭക്ഷണത്തെ, സൂക്ഷ്മതയാകുന്ന ഭക്ഷണത്തെ നന്നായി ഒരുക്കി വെക്കുക. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവരെ, ആലോചിക്കുന്നവരെ നന്നായി ഓർത്തുകൊള്ളുക. തഖ്വയാണ് നിങ്ങളുടെ കൂടെ ഭക്ഷണമായി, വെള്ളമായി, പാതേയമായി ഉണ്ടാകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ ഉണർത്തിയതാണ്. സഹോദരങ്ങളെ, തഖ്വ എന്ന് കേൾക്കുമ്പോൾ, സൂക്ഷ്മത എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഫലം എന്താണ്, അതിന്റെ ഗുണമെന്താണ്, അതിന്റെ നേട്ടം എന്താണ്, അതിനെക്കുറിച്ചുള്ള ആലോചനയും അറിവും ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കുന്നവരാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നാം എല്ലാവരും. ഏത് പ്രശ്നങ്ങളാകട്ടെ, ആ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ, രക്ഷപ്പെടാൻ വിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച, വിശാലമാക്കി വെച്ച ഒരു സംവിധാനമാണ് തഖ്വ എന്നുള്ളത്. എന്താണ് ഹലാൽ, എന്താണ് ഹറാം എന്ന് മനസ്സിലാകാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ, ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അപകടകരമായ അവസ്ഥ ഉണ്ടെങ്കിൽ, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് നീതി, ഏതാണ് അനീതി എന്ന് ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും കഴിയാത്ത ഒരവസ്ഥ ജീവിതത്തിലുണ്ടെങ്കിൽ ഖുർആനിന്റെ ആഹ്വാനം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ,
നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അവൻ നിങ്ങൾക്ക് വേർതിരിവിനെ നൽകുമെന്നാണ്. ഈ പറയപ്പെട്ട ഈ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരാണോ നിങ്ങൾക്ക് നൽകുമെന്ന്, സൂക്ഷ്മത കാണിക്കാൻ സന്നദ്ധരാണോ നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. വമയ്യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖറജ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ആരാണോ സന്നദ്ധരാകുന്നത് അവർക്ക് അല്ലാഹു ഒരു പോംവഴി നൽകുമെന്നാണ്, ഒരു തുറവി നൽകുമെന്നാണ്. വിചാരിക്കാത്ത, അതുപോലെ തന്നെ ഓർക്കാത്ത, അപ്രതീക്ഷിതമായ ഒരു തുറവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. വമയ്യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, നീറുന്ന പ്രശ്നങ്ങൾ, മനസ്സിനെ കരിയിപ്പിക്കുന്ന പ്രശ്നങ്ങൾ, മനസ്സിനെ അലട്ടുന്ന വേദനിപ്പിക്കുന്ന ഏത് പ്രശ്നങ്ങളാകട്ടെ, ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹികമാകട്ടെ, കുടുംബപരമാകട്ടെ, മതപരമാകട്ടെ, ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ആ പ്രശ്നങ്ങളിൽ നിന്ന് അവക്ക് മുമ്പിൽ പതറാതെ പകച്ചു നിൽക്കാതെ റബ്ബിനെ സൂക്ഷിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, നിങ്ങളുടെ കാര്യം അവൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ച് ചെറുതും വലുതുമായ നന്മകളെ സമയബന്ധിതമായും അല്ലാതെയും നിർബന്ധവും ഐച്ഛികവുമായി നാം അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ വിഷയങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ഗൗരവത്തിൽ കാണുക. ഇന്നമായ തഖബ്ബലുല്ലാഹ് മിനൽ മുത്തഖീൻ, അല്ലാഹു സ്വീകരിക്കുക തടി നോക്കിയിട്ടല്ല, തറവാട് നോക്കിയിട്ടല്ല, കുടുംബ മഹിമ നോക്കിയിട്ടല്ല, വലിപ്പ ചെറുപ്പ വ്യത്യാസം നോക്കിയിട്ടല്ല, മറിച്ച് അല്ലാഹു സ്വീകരിക്കുക തഖ്വയാണ്. മനസ്സിന്റെ അവസ്ഥ എന്താണ്, മനസ്സിന്റെ സാഹചര്യം എന്താണ്, ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, ലക്ഷ്യം മറന്നുകൊണ്ടാണോ, ലക്ഷ്യത്തിലായിക്കൊണ്ടാണോ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, കറുത്തവൻ വെളുത്തവൻ, സമ്പന്നൻ ദരിദ്രൻ, തറവാടുള്ളവൻ ഇല്ലാത്തവൻ, രാഷ്ട്രീയ മേഖലയിലുള്ളവൻ, സാമ്പത്തിക ഭദ്രതയുള്ളവൻ, ഇതൊന്നും നോക്കിയിട്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ പരിഗണന കിട്ടണോ, സ്വീകാര്യത കിട്ടണോ, അല്ലാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും കരഗതമാക്കുന്നവരായി മാറാൻ സാധിക്കണോ, എന്തേ വേണ്ടതുള്ളൂ? സൂക്ഷ്മത എന്ന ചെറിയ ഒരു പദത്തെ ജീവിതത്തിൽ ലയിപ്പിക്കാൻ തയ്യാറായാൽ, ജീവിതത്തിൽ കലർത്താൻ തയ്യാറായാൽ, ആ സൂക്ഷ്മതയുടെ വലയത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചാൽ, തന്റെ ഇടം കാണിച്ചാൽ, അല്ലാഹു നിങ്ങൾക്ക് ആവശ്യമായ ആദരവ് നൽകുമെന്നാണ് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു ഇഷ്ടപ്പെടുക തഖ്വയുള്ളവരെയാണ്, സൂക്ഷ്മതയുള്ളവരാണ്. സഹോദരങ്ങളെ, ഒരിക്കലും പ്രത്യക്ഷമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന പ്രതിഭാസമല്ല സൂക്ഷ്മത എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാണ്, അത് കുടിയിരിക്കുന്നത്, അത് സ്ഥാനം പിടിച്ചിരിക്കുന്നത് മനസ്സിലാണ്. ആര് തുറന്നു നോക്കിയാലും കാണാൻ കഴിയില്ല. സ്വന്തത്തിന് പോലും കാണാനും ദർശിക്കാനും കഴിയാത്തത് മറ്റാർക്കും സാധിക്കില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ സൂക്ഷ്മതയുടെ ആഴവും അളവും ശതമാനവും അറിയുന്നവൻ ഏകശക്തനായ അല്ലാഹു മാത്രമാണ്. ആ റബ്ബിന്റെ മുമ്പിൽ കാര്യങ്ങളെ സൂക്ഷ്മതയോടെ നിർവഹിക്കാനും അല്ലാഹു നൽകിയ ജീവിതത്തെ വളരെ സൂക്ഷ്മതയിലായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ധൈര്യമാണ്, പ്രചോദനമാണ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനം, ശക്തമായി ഹോണടിച്ചു വരുന്ന ഒരു വാഹനം, ആ ഹോണടി കേൾക്കുമ്പോൾ തന്നെ പിറകോട്ട് തിരിഞ്ഞ് അതേപോലെ തന്നെ അപകടത്തിന്റെ മുമ്പിൽ നിന്ന് മാറി ജീവിക്കാനും അതുപോലെ മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. സഹോദരങ്ങളെ, പ്രവാചകനിലൂടെ നമുക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകിയിട്ടുണ്ട്. ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനത്തിന്റെ ഹോണടിയേക്കാൾ നമുക്ക് വിലപ്പെട്ടതാണ്, വലുതാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾ എന്ന് മനസ്സിലാക്കുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ, ആരോഗ്യ മേഖലയിലെ ഉപദേശങ്ങൾ, നിയമങ്ങൾ, അതെല്ലാം കൃത്യമായി ശ്രദ്ധിക്കാനും പാലിക്കാനും ഒക്കെ തയ്യാറാകുന്നവരാണല്ലോ നാം ഓരോരുത്തരും. അല്ലാഹുവിന്റെ കലാം, ആ ഖുർആൻ, അതിൽ ഓരോ ആയത്തുകൾ, അതിന്റെ വിശദീകരണമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ,
നാം പഠിച്ചതും മനസ്സിലാക്കിയതുമായ റോഡ് നിയമങ്ങളെക്കാൾ, ആരോഗ്യ നിയമങ്ങളെക്കാൾ ഏത് നിയമങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ വലുതാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വറസൂൽ, വിശ്വാസികളെ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ ദൂതരെ അനുസരിക്കുക. വലാ തവല്ലു അൻഹു, നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്, മുഖം തിരിച്ചു കളയരുത്. വഅൻതും തസ്മഊൻ, ആയത്തുകൾ കേൾക്കുന്നു, ഹദീസുകൾ കേൾക്കുന്നു, തുല്യതയില്ലാത്ത തെളിഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ കേൾക്കുന്നു. അതെല്ലാം കേട്ടു എന്ന ഭാവത്തിൽ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. വലാ തഖൂലു കല്ലദീന ഖാലൂ സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കാനാണ്? ഞങ്ങൾ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കാനാണ്? ഞങ്ങൾക്കറിയില്ലെങ്കിൽ ആർക്കറിയാനാണ്? ഈ മനോഭാവം ഉണ്ടാകാൻ പാടില്ല. വഹും ലാ യസ്മഊൻ, അവരെ കേൾവി ശരിയല്ല എന്നാണ്. അത്തരം വാചാലതകളിലൂടെ, വാക്കുകളിലൂടെ നടക്കുന്നവർ അവരെ കേൾവി ശരിയല്ല എന്നാണ്. മറിച്ചെങ്ങനെ കേൾക്കണം? കാതുകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കി, മനസ്സുകൊണ്ട് കേൾക്കുന്ന, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്ന ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യഅഖിലൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ, ഏറ്റവും മോശം ജന്തുക്കളെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത് കണ്ണുണ്ടായിട്ട് കാണാത്ത, കാതുണ്ടായിട്ട് കേൾക്കാത്ത, മനസ്സുകൊണ്ട് ആലോചിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാത്ത, ഉൾക്കൊള്ളാത്ത ആളുകളാണ് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുണ്ടായിട്ടും, നല്ല സൗഖ്യമുണ്ടായിട്ടും, നല്ല ശേഷിയുണ്ടായിട്ടും അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ, അല്ലാഹുവിനെ ഓർക്കാൻ, റബ്ബിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ, പരാതികൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ മനസ്സ് വരുന്നില്ല എങ്കിൽ ഓരോ ദിവസവും അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിലൂടെ കണ്ണോടിക്കാൻ, മനസ്സിനെ കൊണ്ടുപോകാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലപ്പെട്ട അധ്യാപനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും വലിയ അപകടത്തിന്റെ കുഴിയിലാണ് നാം അകപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, കുടുംബത്തോടൊപ്പം, അയൽവാസികളോടൊപ്പം, കൂട്ടുകാരോടൊപ്പം, കൂട്ടുകുടുംബങ്ങളോടൊപ്പം, നാട്ടുകാരോടൊപ്പം നാം സന്തോഷം പങ്കിടുമ്പോൾ പല വീടുകളും, പല നാടുകളും, പല രാജ്യങ്ങളും അസ്വസ്ഥതയിലാണ്, സങ്കടത്തിലാണ്, അതേപോലെ തന്നെ ബേജാറിലും വെപ്രാളത്തിലുമായി കഴിയുകയാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒരുപാട് വേദനയിലാണ്. ഇന്നലെ പോലും വേദനിക്കുന്ന സംസാരങ്ങൾ, വേദനിക്കുന്ന വാർത്തകൾ, അതേപോലെ തന്നെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകൾ അവിടങ്ങളിലുള്ള ആളുകൾ പങ്കുവച്ചത് ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ലോകം മുഴുവനും അടക്കി ഭരിക്കണമെന്ന വെറിയുമായി ജീവിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ, ശപിക്കപ്പെട്ട അത്തരം ആളുകൾ, അവർക്ക് പിന്നാലെ വെറു പിടിച്ചു പോകാതെ അവർ കൊണ്ടുവരുന്ന നൂലാമാലകളിൽ അകപ്പെട്ട് അവർ സമൂഹത്തിലേക്ക് തള്ളുന്ന വൃത്തികേടുകളെ വെറിയോടെ വാരി തിന്നുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ, പാശ്ചാത്യൻ രാജ്യങ്ങൾ ഒരുപാട് തോന്നിയവാസങ്ങൾ സമൂഹത്തിലേക്ക് വലിച്ചിടുമ്പോൾ, സമൂഹത്തെ അപകടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ സഹോദരങ്ങളെ, അവരുടെ അനീതി, അവരുടെ അപകടങ്ങളിൽ അകപ്പെടുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളുടെ തോളിൽ കൈയിട്ട് മറുഭാഗത്ത് സയനിസത്തിന്റെ ആളുകൾ എല്ലാ കാര്യങ്ങളെയും നിസാരവൽക്കരിക്കുന്ന, മതത്തിന് വില കൊടുക്കേണ്ട ആവശ്യമില്ല, മതമൂല്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല, മതമൊരു വലിയ പ്രശ്നമാണ് എന്ന പൈശാചിക അജണ്ട ഏതൊരു കുരുന്നിന്റെയും, യുവാവിന്റെയും, പെണ്ണിന്റെയും, ആണിന്റെയും ഒക്കെ മനസ്സിലേക്ക് കുത്തിവെക്കുന്ന ഇത്തരം ശപിക്കപ്പെട്ട വർഗത്തിന്റെ അപകടക്കടിയിൽ നിന്ന് സമൂഹത്തിന് രക്ഷ കിട്ടാൻ വളരെ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ജൂത ക്രൈസ്തവ വിഭാഗങ്ങളിലൂടെ ഷിയായിസം എന്ന അപകടം ലോകത്ത് വളർന്നു വരികയും ആ അപകടത്തിന്റെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഒരുപാട് സാധാരണക്കാർ അതിൽ അകപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ ഇരുണ്ട ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൈശാചിക ശത്രുക്കളുടെ, ആ പൈശാചിക ശക്തികളുടെ ആ പരാജയത്തിനു വേണ്ടി, തകർച്ചയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സത്താവേ, ഞങ്ങൾക്ക് അന്നം നൽകുന്നവനെ, ഞങ്ങളുടെ കൈകാര്യകർത്താവേ, ഞങ്ങളെ നിയന്ത്രിക്കുന്നവനെ, ഞങ്ങളെ പരിപാലിക്കുന്നവനെ, ഒരിക്കലും നാഥാ അക്രമികളുടെ നാവുകൾക്കും ആയുധങ്ങൾക്കും അവരുടെ
ഇരുട്ടിലെ അജണ്ടകൾക്ക് വേണ്ടി നാഥ ഞങ്ങളെ വിട്ടുകൊടുക്കരുത്. നാളെയുടെ ലോകത്ത് തഖ്വയിലൂടെ ജീവിച്ചവർ രക്ഷപ്പെടുകയും അക്രമത്തിന് കൂട്ടിരുന്നവർ, അതിന് കാവലിരുന്നവർ, അക്രമത്തിനു വേണ്ടി പണിയെടുത്തവർ മുട്ടുകുത്തി മുഖം താഴ്ത്തി നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വലാ തസ്ദിൽ വാലിമീന ഇല്ലാ തബാറ. എവിടെയായാലും, ഇരുട്ടിലായാലും പകലിലായാലും നാട്ടിലായാലും വിദേശത്തായാലും ദുനിയാവിൽ കിട്ടിയ ദുർബലമായ ശക്തി ഉപയോഗിച്ച് ആളുകളെ ആക്രമിക്കാൻ മുതിരുന്നവർ, ആക്രമിക്കാൻ നോക്കുന്നവർ, അവരാരായാലും നാഥ അവർക്ക് നാശം കൊടുക്കണേ, അവരെ തകർക്കണേ എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ നമ്മുടെ നാവിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തഖ്വയിലൂടെ ജീവിച്ചവർക്കാണ് അക്രമത്തിനും അനീതിക്കും അധർമ്മത്തിനും കുടവ് നിവർത്തി കൊടുക്കാതെ കൂട്ടിരിക്കാതെ ധർമ്മത്തിന്റെയും നീതിയുടെയും നന്മയുടെയും കൂടെ സഞ്ചരിച്ചവർ, ജീവിച്ചവർ ആരാണോ അവർക്ക് മാത്രമേ നല്ല പര്യവസാനം ഉണ്ടാകൂ എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം രാജ്യത്ത് അള്ളാഹുവിന്റെ വിധി എന്നോണം, റബ്ബിന്റെ തീരുമാനമെന്നോണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ പല്ലിളിക്കുകയും പരിഹസിക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ ഒരു ഉണങ്ങിയ കമ്പുകൊണ്ടെങ്കിലും അടിച്ചു നോവിക്കണമെന്ന ചിന്തയോടുകൂടി കഴിയുന്ന മുസ്ലിം നാമധാരികളായ പിശാചിന്റെ കൂട്ടുകാരും നമുക്കിടയിലുണ്ട്. അവർ പറയുന്നു, എവിടെയാണ് നിങ്ങളുടെ അല്ലാഹ്, എവിടെയാണ് കാരുണ്യവാൻ? അവൻ നോക്കിയിരിക്കുകയാണോ? എന്താണ് തടുക്കാത്തത്, എന്താണ് പിടിക്കാത്തത്? ഈ നിലക്കുള്ള പൈശാചിക ചോദ്യങ്ങളുമായി അള്ളാഹുവിന്റെ വിധിയെ ആക്ഷേപിക്കാനും പഴിക്കാനും രംഗത്ത് വരുന്ന ആളുകൾ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ സജീവമാണ്. അവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല. അള്ളാഹു കാണുന്നില്ല, അള്ളാഹു അറിയുന്നില്ല, അള്ളാഹുവിന് കഴിവില്ല എന്ന വിചാരത്തിലേക്ക് പോകേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന, അന്താളിച്ചു പോകുന്ന, പരിഭ്രമിച്ചു പോകുന്ന, അന്തം വിട്ടു പോകുന്ന, ആരും സഹായിക്കാനില്ലാത്ത ഒരു സമയം അവർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ആ സമയം സ്വന്തത്തിലേക്ക് പോലും കണ്ണുകൾ കൊണ്ട് നോക്കാൻ പറ്റാത്ത വിധം അവരുടെ തല പിറകിലേക്ക് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹു അശ്രദ്ധനാണ് എന്ന മൗഢ്യ വിചാരം ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല. അത് വിഡ്ഢിത്തമാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ വരുമാനത്തിന് വേണ്ടി കുത്തിയിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് ലൈക്കടിക്കുന്ന, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, സ്റ്റിക്കറുകൾ പറത്തിവിടുന്ന പിശാചിന്റെ പണി ഒരിക്കലും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനാൽ ഈ അപകടങ്ങളെ മനസ്സിലാക്കി, ഒരു ഭാഗത്ത് അധർമ്മം, ഒരു ഭാഗത്ത് അനീതി, ഒരു ഭാഗത്ത് അക്രമം, ഇതെല്ലാം ഇങ്ങനെ തഴച്ചു കുമിഞ്ഞുകൂടി വരുമ്പോൾ സഹോദരങ്ങളെ, നന്മകൾ കൊണ്ട് തിന്മകളെ തടുക്കാൻ, തിന്മകളെ പ്രതിരോധിക്കാൻ, തിന്മകളെ മായ്ച്ചു കളയാനുള്ള ഈമാനികമായ സന്നദ്ധത, ഈമാനികമായ ഒരുക്കം പ്രായവ്യത്യാസമന്യേ, വർഗവ്യത്യാസമന്യേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. കൂട്ടുകാരുമായി, കുടുംബങ്ങളുമായി, അയൽവാസികളുമായി, നാട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളെ പരമാവധി ഊട്ടി ഉറപ്പിക്കാൻ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. രോഗികളായി കിടക്കുന്നവർ, മരണപ്പെട്ട വീടുകൾ, അതേപോലെ തന്നെ മറ്റു പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവരെ സന്ദർശിക്കുക, അവരെ സമാധാനിപ്പിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അവരെ കൂടെ ഞങ്ങളുണ്ട്, ഞാനുണ്ട്, ഞങ്ങളുണ്ട്, എന്റെ കുടുംബമുണ്ട്. സഹോദരങ്ങളെ, അവരെ കൂടെ സന്തോഷം പങ്കിടുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ സമാധാനിപ്പിക്കുക. അല്ലാഹു അക്ബർ എന്ന ഈ മഹത്തായ ദിക്റിലൂടെ നാം ലോകത്തിന് കൊടുത്തത് സമാധാനത്തിന്റെ സന്ദേശമാണ്. തീവ്രതയോ വിഭാഗീയതയോ വർഗീയതയോ ചേരിതിരിവോ അതൊന്നും ഇസ്ലാമിന്റെ ഭാഷയല്ല, ഇസ്ലാമിന്റെ ശൈലിയല്ല. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. കൺകുളിർമയുടെ ലോകമായ സ്വർഗീയ ലോകം സമാധാനത്തിന്റെ ലോകമാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ ശാശ്വതമായ തറവാട്ടിലേക്ക് അക്രമത്തിന്റെ വക്താക്കളായി, അനീതിയുടെ വക്താക്കളായി, തിന്മയുടെ കൂടെ സഞ്ചരിച്ച് ഇളിച്ചു കയറാമെന്ന ധാരണ ഒരാൾക്കും വേണ്ടതില്ല. ഇവിടെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, സ്നേഹത്തോടെ ജീവിച്ചവർക്ക് മാത്രമേ നാളെ അള്ളാഹുവിന്റെ കോടതിയിലും ഒന്നിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാറ്റിലും ഇടപെട്ട് എല്ലാം ഒന്നല്ലേ
എന്ന ചിന്തയിലേക്ക് പോകരുത്. മതം എന്നത് ഒന്നു മാത്രമാണ്, ശരി എന്നത് ഒന്നു മാത്രമാണ്. അള്ളാഹു സ്വീകരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ്. മതങ്ങളെ സ്വീകരിക്കും, ആശയങ്ങളെ സ്വീകരിക്കും എന്നതല്ല വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനം. അള്ളാഹു നമ്മെ അറിയിച്ചു, വഖത്തഅനാഹു ഫിൽ അർളി ഉമമൻ, നിങ്ങളെ ഈ ഭൂമി ലോകത്ത് വ്യത്യസ്ത വിഭാഗങ്ങളായി, വ്യത്യസ്ത ടീമുകളായി അള്ളാഹു മാറ്റിയിട്ടുണ്ട്. മിൻഹും അസ്വാലിഹൂന, അവരിൽ നല്ലത് മാത്രം ചെയ്യുന്നവരുണ്ട്. വമിൻഹും ദൂന ദാലിക, നല്ലത് ഒഴിവാക്കി വേണ്ടാത്ത തെറ്റിന്റെ പിന്നാലെ പോകുന്നവരുണ്ട്. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത് ലഅല്ലഹും യർജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും എന്ന് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ട് മതങ്ങളൊക്കെ ഒന്നാണ്, മതങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് വേണ്ടത് എന്ന് പുലമ്പുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ശരിയല്ല. മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുക, മനുഷ്യർ തമ്മിലുള്ള വ്യക്തിത്വം വികസിപ്പിക്കുക, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ വളർത്തുക. മതങ്ങൾ ഒരിക്കലും ഒന്നിക്കുകയില്ല. എല്ലാ മതങ്ങളുടെയും ആശയങ്ങളെ ഒരു നൂലിൽ കോർത്ത് പുറത്തേക്ക് പറത്തിവിടാൻ പറ്റിയ ഒന്നല്ല. അതുകൊണ്ട് സത്യത്തിന്റെ കൂടെ, ശരിയുടെ കൂടെ, നേരിന്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഈ സന്ദർഭം സ്വതക്ക, അള്ളാഹുവിന്റെ മാർഗത്തിലെ ധർമ്മം പരമാവധി പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് കാണാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ധർമ്മം അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തേണ്ട ഒരു സമയമാണ്. ഈ ദിവസത്തിന്റെ പവിത്രത കളഞ്ഞു കുടിക്കാതെ നിഷിദ്ധമാക്കപ്പെട്ട പാട്ടുകൾ, അതുപോലെ തന്നെ കാപട്യ മനസ്സിലേക്ക് കുത്തിയിറക്കുന്ന മ്യൂസിക് പോലെയുള്ള കാര്യങ്ങൾ, അതിന്റെ പിന്നാലെ പോകാതെ എല്ലാ അർത്ഥത്തിലും ഈ സന്തോഷത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പരിശ്രമം, പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ, ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശവ്വാലിലെ 6 നോമ്പ് എന്ന പ്രധാന സുന്നത്തിനെ ആ ഒരു മാസം അവസാനിക്കും മുമ്പ് റമദാനെ തുടർന്ന് നോട്ടുവീട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പല കാരണങ്ങളാലും സമാധാനം നഷ്ടപ്പെട്ട് പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ, നാടുകളുണ്ട്. അല്ലാഹു അവർക്ക് സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ഹബ് لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.